ഓരോ ബാങ്കുകളും പെരുമ്പാമ്പാണ്, അത് നമ്മളെ വിഴുങ്ങിയിരിക്കും. അശ്വതി നക്ഷത്രക്കാർ അടിയന്തരമായി ചെയ്യുന്നത് അതിൻ്റെ പൂർവജന്മമായിട്ടുള്ള ചില ദോഷവശങ്ങളെക്കാൾ കൂടുതൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമില്ലാത്തൊരു യോഗം കാണുന്നു. നമസ്കാരം. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ട് മനുഷ്യന് നിവൃത്തിയായി വരുന്നതിൻ്റെ 90% ആൾക്കാരും ബാങ്ക് ലോൺ ജിപ്തിയുടെ പക്കത്തെത്തുമ്പോഴാണ് ഒരു നല്ല ജ്യോതിഷ പണ്ഡിതനെയോ ഇല്ലെങ്കിൽ എന്നെ പോലുള്ള സ്വാമിമാരെയൊക്കെ അന്വേഷിച്ച് വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ അത് പിന്നെ എടുക്കാൻ പറ്റുമോ? ഒരു പെരുമ്പാമ്പിൻ്റെ വായിൽ അകപ്പെട്ട് കഴിഞ്ഞു, തല മാത്രമേ ബാക്കിയുള്ളൂ. പെരുമ്പാമ്പ് വിഴുങ്ങുന്നുള്ള ഉറപ്പില്ലേ? ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് പൈസ അവരെ തരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ പെരുമ്പാമ്പാണ്. ഓരോ ബാങ്കുകളും പെരുമ്പാമ്പാണ്, അത് നമ്മളെ വിഴുങ്ങിയിരിക്കും അല്ലേ? ഞാൻ വെമ്പായത്ത് HDFC ഒരു ബാങ്കുണ്ട്, HDFC ബാങ്കിൽ. അപ്പോൾ അവിടെ ഒരു കുട്ടി വന്ന് പറഞ്ഞു, സ്വാമി ജോലിയൊന്നും കൺഫേം അല്ല, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ തന്നാൽ, എനിക്ക് എന്തെങ്കിലും പൈസ ഡിപ്പോസിറ്റ് തന്നാൽ എനിക്ക് ജോലിയുടെ കാര്യത്തിലൊക്കെ വലിയ ഗുണങ്ങളുണ്ടാവും, ബാങ്കിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷറാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ടീച്ചറാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ 1-1.5 രൂപയില്ലേ അത് കൊടുക്കാം, അവർക്കൊരു ജോലി ഉണ്ടാവുമല്ലോ, അവർക്കൊരു ജോലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഈ പെൺകുട്ടിക്ക് ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നമ്മൾ 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയോ ഇട്ട് കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് അത് 3 ലക്ഷം രൂപയായിട്ട് കിട്ടും. അപ്പോൾ പണത്തിനോടുള്ള എൻ്റെ ആഗ്രഹമല്ല, ഞാനൊന്ന് ചോദിച്ചോളൂ. ആ പെൺകുട്ടി കുറേ ഫോമൊക്കെ കൂടെ വന്നു, ഞാനെല്ലാം ഒപ്പിട്ട് കൊടുത്തു. പണ്ടേ വായിച്ച് നോക്കണ സ്വഭാവമില്ല, കഥ എഴുതിയാലും വായിച്ച് നോക്കൂല, രണ്ടാമത് വായിച്ച് നോക്കണ പരിപാടിയൊന്നുമില്ല. ഇപ്പോൾ ടീച്ചറാണ് കുത്തിയിരുന്നല്ല നോക്കുന്നത്. അതിനെന്തോ എന്നെക്കൊണ്ട് അങ്ങോട്ട് പറ്റൂല. അപ്പോൾ ഈ പെൺകുട്ടി ഒന്ന് ആലോചിക്കണം, നമ്മളൊരു വിശ്വാസത്തെ ഹരിക്കുന്ന വിശ്വാസം, നമ്മൾ അതോടുകൂടി എൻ്റെ വിശ്വാസം അങ്ങ് നഷ്ടപ്പെട്ടു പോയി മനുഷ്യനോടുള്ള. അപ്പോൾ 1.5 വർഷം കഴിഞ്ഞ്, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞ് 3 വർഷമാകാൻ പോകുമ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് അവിടെ പരിചയമുള്ള ബാങ്ക് മാനേജർ, അസിസ്റ്റന്റ് മാനേജറുടെ നമ്മളിത് ചോദിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കിട്ടുന്നത്. അത് 5 വർഷത്തേക്കായിരുന്നു എന്ന് മാത്രമല്ല, ഈ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വർഷത്തിൽ 50,000 രൂപ വെച്ചങ്ങണ്ട് അടയ്ക്കേണ്ടതുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കി, എന്തൊരു ചതിവാണ് ചെയ്തത്. ആ കുട്ടി അവിടുന്ന് മാറിപ്പോവുകയും ചെയ്തു. നിങ്ങൾക്ക് ഞാനിത് പറയുന്നത്, ഇതേപോലുള്ള ഡിപ്പോസിറ്റുകൾ എടുക്കുമ്പോൾ ഈ വരുന്ന ആൾക്കാർ ഒന്നും സ്ഥിരതയായി വരുന്നതല്ല. അവരുടെ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല, സ്വാമി എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് നിന്ന് ഞാൻ വിചാരിച്ചു, ശരി, നമുക്കൊരു മകളുണ്ടെങ്കിൽ അവൾക്ക് ഒരു ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ആവുകയാണെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്. നോക്കുമ്പം 5 വർഷം ഒരു ഉറപ്പുമില്ല, ഞാൻ ജീവിച്ചിരിക്കുമെന്ന് പോലും ഉറപ്പില്ല. 5 വർഷം കഴിയണമെന്ന് മാത്രമല്ല, അത് ബ്രേക്കായിപ്പോയി. കാരണം നമ്മൾ 50,000 രൂപ വെച്ച് അടയ്ക്കണം, അതും നമ്മളോട് പറയുന്നില്ല. നമ്മളൊരു ഫോമൊക്കെ ഉണ്ട്. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് HDFC ബാങ്ക് വെമ്പായത്താണ്, തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. അനുഭവിച്ചേ പറ്റും. ഇനി നമുക്കത്, ഞാനെൻ്റെ മനസ്സിൽ നിന്ന് അത് കളഞ്ഞു. അപ്പോൾ ഞാനിത് പറയാനുള്ള, ബാങ്ക് എന്ന് പറയുന്നത് അവർ പണം തരും. ചില ബാങ്ക് മാനേജർമാർ നമ്മളോട് പൈസ ഇത്തിരി ഇട്ടിരുന്നാൽ നമ്മളോട് വലിയ സ്നേഹം, പൈസ ഇല്ലേ നമ്മളോടൊരു സ്നേഹമില്ല. ഇനി അവിടെ കുറച്ച് പൈസ കിടക്കുമ്പോഴാണ് വിളിച്ചാൽ ബാങ്ക് മാനേജർ എടുത്ത് വലിയ വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ സ്വാമി എന്നൊക്കെ പറയും. നമ്മളിൽ അവിടെ ഒന്നുമില്ലേ, ഫോൺ എടുക്കില്ല. അപ്പം ഇത് ഒരു കാലഘട്ടം അങ്ങനെയാണ് ഇല്ലേ? അല്ലെങ്കിൽ വെള്ളായണിയിൽ എനിക്കൊരു അക്കൗണ്ടുണ്ട്, വെള്ളായണി ബാങ്കിൽ. പൈസ കുറച്ചൊക്കെ കിടക്കുന്ന കാലത്ത് കുറച്ച് പൈസയൊക്കെ സിനിമയുടെയൊക്കെ ചില അഡ്വാൻസ് കിട്ടിയപ്പോൾ ഞാനത് അവിടെ കുറച്ച് പൈസ ഇട്ടു. അപ്പോഴത്തേക്ക് ഞാൻ വിളിച്ച് ബെല്ലടിച്ച് തീരുന്നതിന് മുമ്പ് അവിടുത്തെ ബാങ്ക് മാനേജർ എൻ്റെ ഫോൺ എടുക്കും. ഞാനത് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് എടുത്തു. ഇപ്പം എൻ്റെ ഫോണേ എടുക്കില്ല. കാരണം അതാണ് ബാങ്ക്. അപ്പോൾ ഞാനീ പറഞ്ഞു വന്നത്, ബാങ്കുകാരെ സംബന്ധിച്ചിടത്തോളം പണമുള്ളവന് ഇരിപ്പിടം കിട്ടും. നീ പൈസ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടാവും, ചെറിയ തുകയാണെങ്കിൽ പോലും അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നിനക്ക് ബാങ്ക് മാനേജറുടെ മുമ്പ് പോയി ഇരിക്കാം, സംസാരിക്കാം. നിൻ്റെ മനസ്സിൽ ഒന്നുമില്ലെങ്കിൽ നീ ആ കണ്ണാടിയുടെ അപ്പുറത്ത് നിൽക്കത്തേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഇത് ഞാൻ പേരെടുത്ത് പറഞ്ഞ് ഇത് രണ്ടും എൻ്റെ അനുഭവത്തിൽ കൊണ്ട് പറഞ്ഞതാണ്. നമ്മളതിനാണല്ലോ നമ്മൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പാഠമായിട്ട് വെക്കണം. നമ്മൾ ലോൺ എടുക്കും, നമ്മൾ കഴിയുന്നത് ലോണുകൾ എടുക്കാതിരിക്കുക, ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാതിരിക്കുക, പണം പലിശയ്ക്ക് വാങ്ങിക്കാതിരിക്കുക. ഞാനൊരാൾക്ക് ഇത്തിരി പൈസ കൊടുത്തു,
കുറച്ച് നമ്മൾ ഈ താടിയും വളർത്തി നടന്ന് സമ്പാദ്യങ്ങളൊന്നുമില്ല, എനിക്കൊന്നും ഒരു സമ്പാദ്യമില്ല. അപ്പോൾ ഒരാളൊരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തിട്ട് 2-3 വർഷമാകും. അവസാനം എന്ത് ചെയ്തു? അദ്ദേഹം നല്ല മനുഷ്യനാണ്, അവർ നല്ല മനുഷ്യൻ, എനിക്ക് അറിയാവുന്നവരാണ്. അവരെ കൊണ്ട് തിരിച്ചു തരാൻ നിവർത്തിയില്ല. അവസാനം ഞാനും ടീച്ചറും കൂടെ ലോൺ എടുത്തിട്ട് അവർ പൈസ അടയ്ക്കണം, കൃത്യമായിട്ട് അടയ്ക്കും. അത്രയെങ്കിലും ചെയ്യാനുണ്ടല്ലോ, മഹാപുണ്യം. രാവിലെ എഴുന്നേറ്റ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ചോദിക്കണം, നമ്മളിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല, അവരത് അടയ്ക്കുന്നുണ്ടല്ലോ, അവർക്ക് വേറെ മാർഗ്ഗമില്ല അടയ്ക്കാൻ. ഞാൻ അവരുടെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് അവിടെ ഇച്ചിരി പൈസ ഉണ്ടായിരുന്ന സഹായിച്ചതാണ്. ഈ ബുക്ക് വിറ്റ് കിട്ടുന്ന വരുമാനമില്ലേ നമുക്കുള്ളൂ, പുസ്തകം വിറ്റ് കിട്ടുന്ന വരുമാനം കിടക്കുന്നതിനടുത്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് തരാൻ നിവർത്തിയില്ല. പക്ഷേ ഇപ്പം ഞാനും ടീച്ചറും കൂടെ ലോൺ എടുത്തിട്ട് ആ ലോൺ എമൗണ്ട് അവർ കൃത്യമായിട്ട് അവരത് അടയ്ക്കുന്നുണ്ട്. അത് ഞാൻ അവരുടെ കാലിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യും. നമുക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. ഞാൻ ലോൺ എടുക്കൂല, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കില്ല, കടം വാങ്ങിക്കൂല, പലിശയ്ക്ക് കൊടുക്കൂല എന്ന് വലിയ വീരവാദം മുഴക്കി എനിക്ക് തന്ന ഏറ്റവും വലിയ ശിക്ഷകളാണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. എന്തുകൊണ്ടാണിത് പറഞ്ഞത്? നമ്മളും ഇതെടുത്താൽ ഇന്ന് എൻ്റെ അടുത്ത് വന്നത് ഈ കഴിഞ്ഞ ഞാൻ 15, 16, 17 3 ദിവസമായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ജിപ്തിയായി കിടക്കുന്നവരുടെ പൈസ എത്ര അടച്ചാലും നമ്മുടെ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ 1 രൂപ അടച്ചാൽ അതിൽ 25 പൈസ മുതലുള്ളൂ, 75 പൈസ അവരുടെ പലിശയാണ്. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ മുടക്കുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ മുതൽ, ബാക്കി മുഴുവൻ പലിശയിൽ കയറി പോവുകയാണ്. കടം കയറി മുടിഞ്ഞു പോകും, കടം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കോതമംഗലത്ത് നിന്ന് 2 അമ്മമാർ വെളുപ്പിന് 3 മണിക്ക് കോതമംഗലത്ത് നിന്ന് ഇറങ്ങിയതാണ്. അവർ രാവിലെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി, 2 പേരും കൂടെ. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ എന്നെ വിളിച്ചാൽ മതിയായിരുന്നു. ഞാൻ ഒരു ഫോണാണെങ്കിൽ എൻ്റെത് കേടാണ്, 2 ഫോണും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോണാണ്, പൊട്ടിച്ചെതറിയിട്ട്. അത് ഞാൻ ശ്രദ്ധിക്കാറില്ല, അത് നോക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു ഫോൺ കാറിലിട്ടിട്ട് പോയതുകൊണ്ട് ഇവർ ആ നമ്പറിൽ വിളിച്ചു. 3 മണിക്ക് കട്ടപ്പനയിൽ നിന്ന് വന്നത്, ഒരാൾ കോതമംഗലത്ത് നിന്ന്, 2 അമ്മമാർ വയസ്സായവരാണ്. എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നതാണ്. അതിൽ ഒരമ്മയുടെ നല്ല രസമാണ്. അമ്മയ്ക്ക് എത്ര ഏക്കർ സ്ഥലം അവിടെയുണ്ട് കട്ടപ്പനയിൽ, ഭർത്താവിൻ്റെ സ്ഥലമാണ്. അതിലെ കായൊക്കെ തന്നെ, കായെന്നാണ് എന്നോട് പറഞ്ഞത്, ആരാണ്ട് വെട്ടിക്കൊണ്ട് പോകണം. സ്വാമി എന്തോന്ന് ചെയ്യാനാ സ്വാമി, നല്ല 3 മക്കൾ നല്ല സ്ഥിതിയിലാണ്, അതുകൊണ്ട് അവർക്കത് കുഴപ്പമില്ല, നല്ല അമ്മയാണ്, വയസ്സായി, പിന്നെ അവിടുത്തെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്ത് ചെയ്യാനാണ്? ഇവർ താമസിക്കുന്നിടത്തുനിന്ന് 10-20 കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്ഥലം കട്ടപ്പനയിൽ. അവിടെയുള്ള അതിൻ്റെ ഫലങ്ങൾ മുഴുവൻ ആരാണ്ട് എടുത്തുകൊണ്ട് പോന്നു. അതിൻ്റെ ദുഃഖം. ഞാൻ പറഞ്ഞു ഇത് പൂർവികമായിട്ട് രാജകൊട്ടാരമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. തന്നെ അപ്പൂപ്പന് കിട്ടിയതാണ്, അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം നമുക്ക് അവകാശമില്ല. നമ്മുടെ പേരിലിരിക്കുമ്പോൾ ഇത് വിൽക്കാൻ പറ്റില്ല. വിൽക്കുന്നവർ എൻ്റെ അടുത്ത് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വിൽക്കാൻ അവകാശമില്ല. ഈ സ്ഥലം മക്കളുടെ പേരിൽ, 3 പേര് നല്ല ആമ്പിള്ളാരാണ്. ഞാൻ പറഞ്ഞു 3 ആമ്പിള്ളാരല്ലേ നിങ്ങൾക്കുള്ളത്? അതെ, ആ 3 ആമ്പിള്ളാരുടെ പേരിൽ വസ്തു എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് അവർക്ക് വിറ്റുകൊണ്ട് പോകാം, നമുക്ക് വിൽക്കാൻ പറ്റില്ല. കാരണം ഈ സമ്പത്ത് കൃത്യമായിട്ട് ഈ പൂർവികനിലായിട്ട് അച്ഛൻ്റെ അച്ഛൻ അദ്ദേഹത്തിന് വന്നു ചേർന്നത് കൃത്യമായിട്ട് അനുഭവ യോഗത്തിലല്ലാത്തത് കൊണ്ടാണ് ഈ ഫലം മറ്റുള്ളവർ കൊണ്ടുപോകുന്നത്. നമുക്കിത് അനുഭവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അമ്മ മനസ്സിലായി? അമ്മയുടെ കൂടെ വന്ന ഒരാളുണ്ട്, അതാണ് അതിലും വലിയ അത്ഭുതം. നല്ല സ്ത്രീയാണ്, നല്ല ഭർത്താവ്. അദ്ദേഹം കരകൗശലമൊക്കെ ചെയ്യുന്ന ആളാണ്. അവർ 8 സെൻറ്റ് സ്ഥലം മേടിച്ച്, അപ്പുറത്തെ വീട്ടുകാർ അതും ഇതേപോലെ ഈ തെക്കത് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവരെ വീട്ടിനോടുകൂടി ചേർത്ത് അമ്പലം വെച്ചു. അവർക്കവിടെ താമസിക്കാൻ വയ്യ. എന്തിനാണ് മനുഷ്യരിങ്ങനെ ആകെ 8 സെൻറ്റ് ഭൂമി, പണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിച്ച സ്ഥലത്ത് ജീവിക്കാൻ സമ്മതിക്കാത്ത കുറേ മനുഷ്യർ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ശുദ്ധിയില്ലാതെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക്, ക്ഷേത്രത്തിലെ പൂജാരിയാണെങ്കിൽ പോലും, കണ്ടില്ലേ ശബരിമലയിലെ അയ്യപ്പനെ അവിടുത്തെ തന്ത്രി അല്ലേ, ആ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ പോലും ജയിൽവാസം, ഇനിയും കോടതിയിൽ കയറി ഇറങ്ങണം. രോഗദുരിതങ്ങൾ ആർക്ക്? ശരീരം നശിച്ചു പോകുന്നത് ആർക്കുണ്ടെങ്കിലും വരാം. അങ്ങനെ അമ്പലത്തെ അയ്യപ്പ ഭഗവാനെ കുളിപ്പിക്കുന്ന, സ്നാനം ചെയ്യുന്നവർക്ക് പോലും പിന്നെ ശ്രദ്ധയില്ലാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ, ദോഷങ്ങൾ ചെയ്തപ്പോൾ ആ ദേവൻ കൊടുത്ത ശിക്ഷയുണ്ടല്ലോ,
അനുഭവിച്ചേ പറ്റൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം തന്നെ വലിയ ശിക്ഷ. അതേപോലെയാണ് ഈ അമ്പലം, അവർക്ക് ആകെയുള്ള 8 സെൻറ്റ് ഇവർ വിറ്റിട്ട് ഈ അമ്പലം അവരെ വസ്തുവിനകത്തോട്ട് കയറ്റി മതിൽ കെട്ടിയിട്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ. ദേവഭൂമി എന്ന് പറഞ്ഞാൽ ദേവഭൂമികൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഒരമ്മ വന്നു. എനിക്ക് ഈ വന്നതിൽ ദയനീയതയില്ലാത്ത തോന്നിയ ഒരമ്മ കുളിച്ച് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് എൻ്റെ അടുത്ത് വന്നു. സ്വാമി, നമുക്ക് ലക്ഷണം നോക്കുമ്പോൾ തന്നെ അറിയാം. ഞാൻ ഇല്ലെങ്കിൽ തേങ്ങയും മണ്ണും കൊണ്ടുവരാൻ പറയും. മണ്ണ് എനിക്ക് എടുക്കേണ്ടി വരില്ല, ലക്ഷണം തെളിഞ്ഞില്ലെങ്കിൽ മാത്രമേ ഞാൻ മണ്ണെടുക്കത്തുള്ളൂ. തേങ്ങ നോക്കിയപ്പോൾ തന്നെ എനിക്ക് പിടി കിട്ടി. ആളിൻ്റെ തേങ്ങയുടെ കണ്ണ് നോക്കിയാൽ എനിക്ക് പിടി കിട്ടും. സംഭവം ഇത് എവിടെ നിന്നാണ് വരണത്, എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പം തന്നെ കിട്ടും. ഞാൻ പറഞ്ഞ, അമ്മ വേറെ ഒരു കുഴപ്പമില്ല, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, രാജകുമാരിയെ പോലെ ജീവിക്കും. പക്ഷേ ഇപ്പോൾ ഒരു ഭൂമി വിൽക്കുന്ന കാര്യത്തിനല്ലേ ഇവിടെ വന്നത്? അതെ, അത് വിൽക്കാൻ പാടില്ല. അത് വിറ്റാൽ സകലതും നഷ്ടപ്പെടും. അയ്യോ, അതെന്താണ്? അല്ല, മക്കളൊക്കെ നല്ല സ്ഥിതിയിലാണ്, അവർക്ക് പിന്നെ വിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, ഇത് വിറ്റാൽ ആ മക്കളുടെ സ്ഥിതികളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോകും. അതങ്ങനെയാണല്ലേ. ഒരു മരം മുറിച്ചാൽ പോലും നമുക്ക് കാലദോഷം വരും. ഒരു മരം, ഞാൻ പറഞ്ഞുതരാം, ഞാൻ അടുത്തൊരു സംഭവത്തിലേക്ക് പറഞ്ഞുതരാം. അപ്പോൾ അമ്മ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു, അവിടെ ഇന്നതല്ലേ, പൂർവികമായിട്ട് കിട്ടിയ വസ്തുവല്ലേ? അതെ, 2 ഏക്കർ അടുപ്പിച്ചെങ്ങാണ്ട സ്ഥലമുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള നഞ്ചൻ, അനന്തൻ, വാസുകിൻ, ശേഷൻ, പത്മനാഭൻ, നഞ്ചൻ, കമ്പലൻ, ശംഖുപാലൻ, ത്രിതാക്ഷൻ, തക്ഷയൻ, കാളിയൻ. അതിൽ നഞ്ചൻ എന്ന് പറഞ്ഞ നാഗത്തിൻ്റെ വാസസ്ഥലം. നഞ്ചൻ എന്ന് പറയുന്ന നാഗം ഒറ്റയ്ക്ക് മാത്രം വസിക്കുന്ന ഒരാളാണ് നഞ്ചനാഗം. ആ ഭൂമി കണ്ടാൽ അറിയാം. അത് എല്ലാത്തിൽ നിന്നും മാറിയേ സഞ്ചരിക്കുകയുള്ളൂ. വളരെ സൈലൻ്റാണ്. അത് വളരെ കാലം അതിങ്ങനെ ഇറങ്ങി നടക്കില്ല. അത് പാത്തിങ്ങനെ ഇരിക്കും. ഇര അതിൻ്റെ മുമ്പിൽ ചെല്ലും എന്നാണ് പറയണത്. ഇര ആ ഇണചേരുന്നത് പോലും, ഇണ പോലും ആ സ്ഥലത്തെ ചെല്ലും. നഞ്ചനാഗം, നഞ്ചൻ എന്ന് പറയുന്ന നാഗത്തിൻ്റെ വാസസ്ഥലമാണെന്നും ആ ഭൂമി ആര് വിറ്റുപോയാൽ ആ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും, അപ്പോൾ പറഞ്ഞു ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ സഹോദരി ആ ഭൂമി വിറ്റു. അത് പൂർവികമായിട്ടുള്ള ആ അനുഗ്രഹമുള്ള ഭൂമി വിറ്റ് അത് അനുഭവിക്കാൻ പറ്റില്ല. കടബാധ്യതകൾ കൊണ്ട് മൂടും, സന്താനങ്ങൾക്ക് ദുഃഖദുരിതങ്ങൾ വരും, രോഗദുരിതങ്ങൾ കൊണ്ട് മരുന്നിൽ അഭയം തേടും, ആ മരുന്ന് ഭരിക്കാതെ വരും. നമ്മുടെ നാഗഭൂമിയെക്കുറിച്ച്, ഞാൻ ഈ ഭൂമി എന്ന് പറഞ്ഞ നാഗങ്ങളുടെ ഭൂമിയാണ് ഞാനീ പറയുന്നത്. ഞാൻ വെറുതെ പറയുന്നതല്ല, ലക്ഷക്കണക്കിന് പൂജ ചെയ്യാനും വേണ്ടി പറയുന്നതല്ല. രോഗങ്ങൾ വരാതിരിക്കാനും ദുഃഖങ്ങൾ വരാതിരിക്കാനും നശിച്ചു പോകാതിരിക്കാനും മനസമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി പറയുന്നതാണ്. നമ്മളെ ശ്രദ്ധിക്കണം. ഒരാൾ അപ്പോൾ ഈ നഞ്ചനാഗത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലം വിൽക്കരുത്. അമ്മ വളരെ, ഞാൻ പറഞ്ഞു, ഒരു പൂജയും പരിഹാരവും ഇല്ല, ഒന്നും ചെയ്യണ്ട, അമ്മ ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അത് വിൽക്കരുത്, നിങ്ങളുടെ കാലം. അപ്പം പറഞ്ഞാൽ മക്കൾ പറഞ്ഞു അത് വിൽക്കേണ്ട, അവിടെ കിടക്കട്ടെ. സാധാരണ മക്കൾ പറയും വിറ്റ് കൊണ്ടുപോകാം, എനിക്ക് ബാംഗ്ലൂരിലോ ബോംബെയിലൊക്കെ സ്ഥലം മേടിക്കണം, ഇതെല്ലാം വിറ്റ് പറയിക്കണം. കാരണം അവർക്ക് നട്ടമൊന്നുമില്ല. പക്ഷേ ഈ മക്കൾ, ഉത്തമമായ മക്കൾ എന്തുകൊണ്ടാണ് ജനിച്ചത്? സത്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യരുടെ സന്താനങ്ങൾ സത്കർമ്മങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. ദുഷ്ടകർമ്മങ്ങൾ ചിന്തിക്കുന്ന മനുഷ്യന് ദുരിതം. മറ്റുള്ളവൻ്റെ ഭഗവാനെ അപ്പുറത്ത് കൂടെ പോകണമെന്ന് നശിച്ച് നാമാവശ്യം അശോകി പോണേ, അവൻ്റെ കുലം നശിച്ചു പോണേ എന്നൊക്കെ പ്രാർത്ഥിച്ചാൽ അത് തിരിച്ചടിക്കും. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള എനർജികളെ നമ്മൾ, ഒരാൾ 2 പേര് ഫ്ലാറ്റ് താമസിക്കുകയാണ്, 2 പേര് തമ്മിൽ വളരെ ഇഷ്ടമായിരുന്നു. അവർ 2 പേരും തമ്മിൽ ഒരു ഭക്ഷണം വെച്ച് 2 പേരോട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിസ്സാര ഭാഗത്തിന് അവർ തെറ്റി 2 പേരും എൻ്റെ അടുത്ത് വന്നിരുന്നു. കാരണം സ്വാമി, അവൾക്ക് ഞാൻ ഇന്നതെല്ലാം ചെയ്തു, സ്വാമി ഞാൻ അവൾക്ക് ഇന്നതെല്ലാം ചെയ്തു. എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന സ്ഥലത്താണോ താമസിക്കുന്നത്? അതെ. 2 പേരും തമ്മിൽ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ പരസ്പരം നശിക്കാനായിട്ട്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണോ പരസ്പരം നശിക്കുക, ഒരു ഭക്ഷണം, ആഹാരം, ഒരു ഭക്ഷണം ഉണ്ടാക്കി 2 പേരായിട്ട് കഴിച്ചുകൊണ്ടിരുന്നതാണ്. നിസ്സാര കാര്യം തന്നെ മക്കളുടെ എന്തോ പ്രശ്നം പറഞ്ഞ് തെറ്റി. എന്ത് കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. തെറ്റിയിട്ട് ഭീകര ശത്രുക്കളായിട്ട് മാറി. അപ്പോൾ പറഞ്ഞു, എനിക്ക് അത് എൻ്റെ ഇത് വിറ്റിട്ട് പോകണം എന്നുണ്ട് സ്വാമി. അതിന് നമുക്ക്, ഞാൻ പറഞ്ഞു, വിൽക്കുന്ന കാര്യം ഞാൻ എടുക്കില്ല. ഒരു വസ്തുവും ഒരു വീടും വിൽക്കുന്ന കാര്യത്തിനകത്ത് എനിക്ക് സഹായിക്കാനും പറ്റില്ല, ഞാൻ ഇടപെടില്ല. എനിക്ക് അവിടെ ഉള്ളപ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് സംഘർഷമാണ്. എന്തിനാ നിങ്ങൾ അവരവിടെ ജീവിച്ചോട്ടെ, അവരെന്തെങ്കിലും ചെയ്തോട്ടെ. മറ്റൊരു വന്നു, എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല സ്വാമി, എനിക്ക് അവിടെ മുഖം കാണുമ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ അവളെ മുഖമാണ്. നിങ്ങളെന്തിനാ അവളെ മുഖം ചിന്തിക്കുന്നേ? അപ്പം സ്വസ്ഥതയുണ്ടോ? മറ്റവൾ നശിക്കണമെന്ന് ഇവരും
ഇവരെ നശിക്കണമെന്ന് മറ്റവരും ചിന്തിച്ചാൽ എന്ത് ചെയ്യും? അപ്പം നമ്മളവരെ ഇഗ്നോർ ചെയ്യുക. അങ്ങനെ ഒരാൾ ഭൂമിയിൽ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്ന് നിങ്ങൾ അങ്ങോട്ട് ചിന്തിക്കണതിന് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. അപ്പം നിങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ. അതെനിക്ക് ചിന്തിക്കാൻ പറ്റണില്ല സ്വാമി. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണ്? അപ്പോൾ അവരുടെ ഭർത്താവ് പറയാണ്, സ്വാമി ഞാനത് പറഞ്ഞു, ഇവർ തമ്മിലൂടെ ഇങ്ങനെ ഒരു പ്ലാറ്റിൽ നിന്ന് ആഹാരം കഴിച്ച് ജീവിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു ഇത് വലിയ അപകടമാണ്, അമിത സ്നേഹം ആപത്ത്, അമിതമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ അത് ആപത്താവുമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാണ്. ഇവളത് കേട്ടില്ല. ഇപ്പം ഇവർ തമ്മിൽ എനിക്കിതിൻ്റെ പുറകെ നടക്കാൻ വയ്യ, പോലീസും കേസും വഴക്കൊന്നും എനിക്ക് വയ്യ, എനിക്ക് ഫ്ലാറ്റ് വിൽക്കാനും പറ്റില്ല, എനിക്ക് പൈസ, എനിക്ക് പ്രശ്നങ്ങൾ, എനിക്ക് ഡയബറ്റിക് ഉണ്ട്, പ്രഷറുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പടി ഇറങ്ങാൻ പോലും എനിക്ക് പറ്റും. ഞാൻ ലിഫ്റ്റ് കയറി മോളെ എത്തിയാൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ എന്തെങ്കിലും റെസിഡൻസ് അസോസിയേഷൻ്റെ ഇതുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങുള്ളൂ. അപ്പോൾ സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങൾ എന്തുകൊണ്ട് വരുന്നു? നമുക്ക് അർഹിക്കാൻ പാടില്ലാത്തത് അമിതമായ സ്നേഹം കൊടുക്കുകയും പരസ്പരം മക്കളുടെ പേര് പറഞ്ഞ് നിസ്സാര കാര്യത്തിന് തെറ്റിയതാണ്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ദോഷങ്ങളായിട്ട് മാറി. ഞാനിതൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. നമ്മളെപ്പോഴും നമ്മൾ നിൽക്കേണ്ടടുത്ത് നമ്മൾ നിൽക്കുക, അല്ലേ? അമിതമായിട്ടുള്ള സ്നേഹമുണ്ടാക്കുന്ന ആപത്തിനെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിക്കണം. ഏത് നിമിഷമാണ് മനുഷ്യന് മാറാൻ പറ്റും. നമ്മൾ നായ്ക്ക് ചോറ് കൊടുത്താൽ നന്ദി ഉണ്ടാവും, പക്ഷികൾക്ക് ഭക്ഷണം കൊടുത്താൽ നന്ദി ഉണ്ടാവും, പൂച്ചകൾക്ക് ആഹാരം കൊടുത്താൽ നന്ദി ഉണ്ടാകും. പക്ഷെ മനുഷ്യന് അന്നവും ഭക്ഷണവും കൊടുത്താൽ ഏത് നേരമാണ് ഇവൻ നടക്കുമ്പോൾ കാല് വെച്ച് തരണം, നമ്മൾ തലകുത്തനെ വീണെന്ന്. പരസ്പരം ഇത് എല്ലാ കാര്യവും ഉൾപ്പെടെ ഞാൻ പറയുന്നത് മനുഷ്യർക്ക് മാത്രമേ അത് പറ്റൂ. എല്ലാ മനുഷ്യരും അല്ല, ഇല്ലേ? ചില ആത്മീയ കേന്ദ്രങ്ങളിൽ പോലും നടക്കുന്ന ഭീകരമായിട്ടുള്ള ആവിയാര കർമ്മങ്ങൾ, പരസ്പരം ശത്രുക്കൾ, പരസ്പരം ആത്മീയാലയങ്ങൾ, ശാന്തി തേടി മനുഷ്യരെത്തുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ആത്മീയ ശാന്തി തേടിയെത്തുന്ന, മനഃശാന്തി നേടിയെത്തുന്ന ആശ്രമങ്ങളിൽ പോലും എല്ലാ തരത്തിലുണ്ട് പരസ്പരം ഉണ്ടാക്കാവുന്ന സ്പർദ്ധ, ശത്രുത. അവിടെ എവിടെയാണ് ദൈവ സാന്നിധ്യം, അല്ലേ? ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെയാണുള്ളത്? എവിടെയാണോ നന്മയുടെ അംശമുള്ളത്, നന്മയുടെ അംശമുള്ളിടത്ത് മാത്രമേ ദൈവ സാന്നിധ്യം ഉണ്ടാകൂ. താണനിലത്തെ നീരോടൂ, അവിടെ ദൈവം തുണ ചെയ്യൂ. ഓരോ സന്യാസിമാർക്കാണെങ്കിലും ഓരോ പവറുള്ളവർക്കാണെങ്കിലും ഓരോ വേഷം ധരിച്ചുകൊണ്ട് കാര്യമില്ല. ഉള്ളിൽ മനസ്സിൽ നന്മ വേണം. നന്മ, സഹാനുഭൂതി, ദയ, അല്ലേ? ഇതൊക്കെ ഉള്ളവർക്ക് മാത്രമേ ഈശ്വര കൃപയുണ്ടാകൂ എന്നുള്ളതാണ്. അല്ലാതെ വേദാന്തങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടും ഉപനിഷത്തുകളെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ള അല്ലാതെ നീ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നിനക്കത് പറയാനുള്ള യോഗ്യതയും അത് കേട്ടാൽ മനസ്സിലാകുന്ന മനുഷ്യരും ഉണ്ടോ എന്നൊക്കെ ആദ്യം തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ഞാനിതൊന്നും പറയില്ല, കാരണം എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. എനിക്ക് വേദങ്ങളും അറിഞ്ഞൂടാ, ഉപനിഷത്തുകളും അറിഞ്ഞൂടാ, ഒന്നും അറിയാൻ വയ്യ. ഞാൻ കണ്ണയച്ചു ഉപാസന എൻ്റെ കാതിൽ ഒരാൾ വന്നിരുന്നാൽ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും, അല്ലാതെ പരിഹാരവും പറഞ്ഞു കൊടുക്കും. പലിക്കണമെങ്കിൽ പലിക്കും, പലിച്ചില്ലെങ്കിൽ ഇല്ല, അത് വിധിയാണ്. ടീച്ചറുടെ പക്ഷേ അതല്ല. കല ടീച്ചറിന് എല്ലാ ആത്മീയ ജ്ഞാനമുണ്ട്. വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം. ഞാൻ പുരാണങ്ങളൊക്കെ ചോദിച്ചാൽ എൻ്റെ ശകുനി എന്ന് പറയുന്ന പുസ്തകത്തിനകത്തും അധർമ്മഭാരതത്തിനകത്തും അശ്വത്ഥമാവിനകത്തൊക്കെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിങ്ങനെയാണ് സ്വാമി, ഇന്നയാളിങ്ങനെയാണെന്ന് പറഞ്ഞു തരും. നമ്മൾ എഴുതും, അല്ലേ? അതുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ നല്ല ബുദ്ധി വേണം. ഞാൻ മണ്ടനാണ്, എനിക്ക് ബുദ്ധിയില്ല. ഞാൻ എങ്ങനെ ദൈവത്തിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നില്ല. ദൈവം ഇങ്ങനെ എന്നെ സുനിൽ പരമേശ്വരനാ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് പറയുമ്പം ഞാൻ ദൈവം എല്ലാം കൂടെ ചേർത്ത് നമ്മളെ ഇങ്ങനെ ആക്കി അങ്ങനെ വിട്ടുകൊണ്ട് നമ്മളിത് വഴി അങ്ങ് പോകും. പക്ഷേ ആത്മീയ ജ്ഞാനം, ആത്മീയമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകണമെങ്കിൽ അത് പൂർവ്വജന്മാർജിതമായി വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കതിലേക്ക് എത്തിച്ചേരാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ പറയുന്നുണ്ട്, ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഈശ്വര ഭഗവാനെ എന്ന് വിളിക്കും. മുറിപ്പാടത്തടി മാടന്തമ്പുരാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു. ഇല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ അങ്ങോട്ട് നോക്കൂല, ഇവിടെ നിങ്ങൾ തൊഴുതിട്ട് പോകുള്ളൂ. ഇന്ന് ഞാൻ പോയി കണ്ട്, 1-ാം തീയതി ക്ഷേത്രത്തിൽ പോക്കൊന്നുമില്ലല്ലോ. ഇപ്പോൾ ആറ്റുകാലിൽ എന്തോ ഒരു മനസ്സിലായിട്ട് അടുപ്പമുള്ളത് കൊണ്ട് പോകുന്നുണ്ട്. ആറ്റുകാൽ അമ്പലത്തിലൊന്ന് പോയി നോക്കും. ടീച്ചർ അവിടുത്തെ ഒരാളാണ്. ടീച്ചറിന് ഒരു ചിട്ടയുണ്ട്, ചിട്ട. അത് ജീവിതത്തിൽ വേണം. ഞാൻ വെളുപ്പിന് എഴുന്നേക്കും, എഴുതും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ആൾക്കാർ വിളിക്കണം, ഇല്ലേ? ചിലരോട് ഞാൻ ദേഷ്യപ്പെടും. കാരണം ഇന്നൊരാൾ നിന്ന് ആലോചിച്ച് നോക്കണേ, ദൂരേന്ന് വിളിക്കും. ഇവിടുന്നൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം ആസ്ട്രേലിയൻ, യൂറോപ്യൻ, എന്തെല്ലാം ഇവിടുന്നല്ല, ദുബായിൽ നിന്ന് ഒക്കെ ടിക്കറ്റ് എടുത്ത് എന്നെ കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെയുള്ള ഈ അടുത്ത കാലത്ത് ഈ മുറിഞ്ഞ പാലത്ത് മെഡിക്കൽ കോളേജിലുള്ള ആൾക്കാർ സ്വാമി വീട്ടിൽ വരുമോ, സ്വാമി വീട്ടിൽ വരുമോ? വിദേശത്തുനിന്ന് ആൾക്കാർ പഠിച്ച് ഇവിടെ വന്ന് ഇത്
ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എനിക്കെന്തെങ്കിലും തോന്നിയാൽ തന്നെ പറയും, പറയാത്തതുമുണ്ട്. ഇന്ന് ഒരു പെൺകുട്ടി ഇന്ന് പാലയിൽ നിന്ന് വിളിച്ചിട്ട്, അല്ല എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ, ആദ്യത്തെ വാക്കാണ്. നമുക്ക് ദേഷ്യം വരൂ, ദേഷ്യം ഇല്ലാത്തവൻ കൈയില്ലാത്തവൻ കൈ വെച്ച് കെട്ടി അടിക്കും. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല സ്വാമി, ഞാനൊരു കാര്യം പറയട്ടെ, ഒന്ന് പറഞ്ഞു തരാം. ഞാൻ എനിക്ക് ഫോണിൽ കൂടെ പറയാൻ അറിഞ്ഞുകൂടാ. നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ഒരു നാണയം വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം. തെളിയുമെങ്കിൽ പറയും, തെളിയില്ലെങ്കിൽ നിങ്ങളെ പൈസ പോയി, എനിക്ക് പറയാൻ പറ്റില്ല. ഇതൊരു തരം ഗെയിമാണ്, അത്രയും എനിക്ക് നടക്കുള്ളൂ. തെളിയുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ സ്വാമി അല്ല, എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒന്ന് പറഞ്ഞു തരാൻ പറ്റൂ. ഞാൻ പറഞ്ഞു പറ്റില്ല, പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ജ്യോതിഷം അറിഞ്ഞുകൂടാത്ത ആളാണ്. അതൊക്കെ നിങ്ങൾ അവിടെ കാര്യം ചെയ്യും. പാലയിൽ തന്നെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, നല്ല ജ്യോതിഷം നന്നായിട്ട് അറിയാവുന്ന, കൈകാര്യം ചെയ്യുന്ന, രാശി വെച്ച് നോക്കി പറഞ്ഞു തരുന്ന, താൽക്കാലിക ഫലങ്ങളൊക്കെ നന്നായിട്ട് പറയുന്ന, ചിലപ്പോൾ പൂർവ്വജന്മവും പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അവരെ നോക്കിക്കോളൂ. ഇത് അറിയാവുന്നവൻ്റെ അടുത്ത് പറയുള്ളൂ. ഈ ഉന്നമുള്ളവൻ്റെ കയ്യിൽ ദൈവം കമ്പ് കൊടുക്കില്ല എന്ന് പറയുന്നവരാണ് എൻ്റെ കാര്യം. ഞാൻ പറയുന്നുണ്ട്, ചിലതൊക്കെ ശരിയാവും, തെറ്റിയിട്ടൊന്നുമില്ല ഇതുവരെ. അതൊരു മഹാഭാഗ്യം. ഞാൻ വളരെ നോക്കും. ഭഗവാനെ രാവിലെ വന്ന് പറയും, ഭഗവാനെ ഇന്ന് വരണമെന്നും തെറ്റരുത്. എനിക്ക് എന്നാൽ കണ്ണേക്ഷയുടെ മന്ത്രവും ചൊല്ലുമ്പം എനിക്കറിയാം ഇവിടെ സാന്നിധ്യമാവും. ചിറകടിച്ച് ഇവിടെ വന്നിരുന്ന എൻ്റെ കാതിൽ കൃത്യമായിട്ട് ഇതാണെന്ന് പറഞ്ഞു തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ഉള്ളിടത്തോളം കാലം, ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ അങ്ങ് പോവുക അല്ലേ. അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാതെയും ആരെയും മനസ്സ് വിഷമിപ്പിക്കാതെയും ഒക്കെ അങ്ങനെ അങ്ങ് പോയാൽ നമ്മളങ്ങ് പോവുക എന്നുള്ള, അങ്ങനെ അങ്ങ് പോയി അങ്ങ് പോവും. അങ്ങനെയാണല്ലോ അല്ലേ. അല്ലാതെ എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്ന് DNA വന്നിരുന്ന് 7 മണിയാകുമ്പോൾ വർത്തമാനം പറയാമെന്ന് വിചാരിച്ചാൽ നടക്കണ കാര്യമാണോ? ഞാൻ ഇതിനൊക്കെ പറയുമ്പം ഞാൻ ടീച്ചർ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു ഇനി ഇപ്പോൾ DNA പോകണില്ല, ഇനി തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ മതി, 2 ദിവസം റെസ്റ്റ് എടുക്കാൻ സ്വാമി. ഞാൻ വെമ്പായത്ത് നിന്ന് തിരുവനന്തപുരം വരെ വന്ന് ഇത് ഇരുന്ന് പറയേണ്ടത്. എന്നാലും എനിക്കങ്ങ് തോന്നും, എൻ്റെ കുറേ പ്രേക്ഷകരുണ്ട്, ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ഒരുപാട് പേരുള്ള, എനിക്ക് വിഷമം വരും. അപ്പം ഞാൻ വന്നിരുന്ന് അന്നത്തെ വിഷയങ്ങളെല്ലാം കൂടെ ചേർത്തൊരു വിഷയം അവതരിപ്പിക്കും. എനിക്കിഷ്ടമാണ്. എനിക്ക് എല്ലാവരെയും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അശ്വതി നക്ഷത്രമാണ്. കേന്ദ്രമായി ചെയ്യേണ്ട ഒരു കാര്യം, ഇന്നിപ്പോൾ ചിങ്ങമാസം പിറന്നല്ലോ, ഒരു നല്ല ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ഒന്നും ഗണിച്ച് നോക്കണം ചില കാര്യങ്ങൾ. അത് അശ്വതി നക്ഷത്രക്കാർ അടിയന്തരമായി ചെയ്യുന്നത്. അതിൻ്റെ പൂർവജന്മമായിട്ടുള്ള ചില ദോഷവശങ്ങളെക്കാൾ കൂടുതൽ നല്ല ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമില്ലാത്തൊരു യോഗം കാണുന്നു. അത് വളരെ ചുരുക്കമാണ്. എന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ ഉള്ള ചില കാര്യങ്ങൾ കാണുന്നു. അത് ചിലപ്പോൾ നമ്മൾ താമസിക്കുന്ന ഗൃഹത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ഒപ്പം ജീവിക്കുന്ന ആർക്കെങ്കിലും അത്ര കാലക്കേടുണ്ടെങ്കിലും ഒക്കെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഇൻഡിപെൻഡൻ്റായിട്ട് കല്യാണം കഴിക്കാത്തവരാണെങ്കിലും നല്ല ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് വിശദമായിട്ട് ഒരു കാര്യങ്ങളും നോക്കി ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഓണത്തിന് മുമ്പ് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്, ഒരു പശുക്കളെയൊക്കെ വളർത്തിയ കുടുംബക്കാരാണെങ്കിൽ പശുക്കൾ ചത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു പരിഹാരങ്ങളൊന്ന് നോക്കിയെടുക്കുന്ന വളരെ നല്ലതായിരിക്കും. ഓണക്കാലമായതുകൊണ്ട് ഞാൻ ദുരിതങ്ങൾ പറയുന്നില്ല. നല്ലൊരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് കാര്യങ്ങളൊന്ന് വിലയിരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.